മീൻ കഴിച്ച് ആറാടണമെങ്കിൽ നേരെ വിഴിഞ്ഞത്തെത്താനാണ് അജീഷ് ജയകുമാർ പറയുന്നത്. അവിടെ നെയ്മീനുണ്ട്, കൊഞ്ചുണ്ട്, കണവയുണ്ട്, അയലയുണ്ട്, കപ്പയുണ്ട്, അങ്ങനെ എന്തൊരൊക്കെയോ ഉണ്ട്. അവിടുത്തെ പൊരിച്ച മീനിന്റെ കൂടെ കിട്ടുന്ന നല്ല എരിവുള്ള പൊടിയെടുത്ത് കുഞ്ഞു പൊറോട്ടയുടെ കൂടെ പിടിച്ചാലുണ്ടല്ലോ, ഒറ്റ ഇരിപ്പിന് 4 എണ്ണം തിന്നിട്ടേ നിർത്തൂ എന്നാണ് അജീഷ് പറയുന്നത്. ഏതായാലും ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാന സീ ഫുഡ് ഹബ്ബായ വിഴിഞ്ഞത്തേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത്. കാണാം വിഴിഞ്ഞത്തെ രുചിയേറുന്ന മീൻ വിഭവങ്ങൾ. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. അപ്പോൾ നമ്മൾ ഷിബുമോനെ ധ്യാനിച്ചുകൊണ്ട് വിഴിഞ്ഞത്തെ സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട് മീൻ വിഭവങ്ങൾ വിളമ്പുന്ന. അതിൽ റാൻഡമായിട്ടൊരു കടയെ തിരഞ്ഞെടുത്തതാണ് സാൽമൺ സീ ഫുഡ്. സാൽമൺ ഹോട്ടലിനകത്തേക്ക് കയറിയപ്പോൾ അവർ നമുക്കായിട്ടൊരു പൂക്കളമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കടൽ വിഭവങ്ങൾ കൊണ്ടുള്ള പൂക്കളമാണത്. ഇതിൽ പ്രോൺസ് ഉണ്ട്, നെയ്മീൻ, കരിമീൻ, പിന്നെ ഹമൂറ്, കണവ, മീൻ മുട്ട, പിന്നെ ചിലതിൻ്റെ ഒന്നും പേരെനിക്കറിഞ്ഞുകൂടാ. ഇപ്പം ഇതിൻ്റെ ഉടമസ്ഥനായ ഇസുദ്ദീനൊക്കെ ഉണ്ട്. ഇതിൽ ആൾ പറഞ്ഞു തരും എന്തൊക്കെയാണ്. ചേട്ടാ, ഇതിൽ പിന്നെ ഇതെല്ലാം ഇവിടെ നമ്മുടെ ഹാർബറിൽ നിന്ന് പിടിച്ച് നേരിട്ട് കൊണ്ടുവരുന്നുണ്ട്? തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ രാവിലെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഫിഷ് ഗ്രില്ലാണ്. അതിന് നമുക്ക് ഹമൂറുണ്ട്. ഇന്ന് നമുക്ക് ഗ്രില്ലിന് വരുന്നത് ഹമൂറ്, ബട്ടർ ഫിഷ്. അപ്പോൾ ഈ ഡിസ്പ്ലേ നമ്മളിപ്പോൾ ഹമൂറാണ് കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ മസാല കംപ്ലീറ്റും ഫ്രൈ ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ചെമ്പല്ലുണ്ട്, കരിമീൻ, ആവൂര്, വിളമീൻ, വേളാപ്പാര, ഹമൂറ്, ബട്ടർ ഫിഷ്, പ്രോൺസ്, സ്ക്വിഡ്, ക്രാബ്, മീൻ മുട്ട, ഹമൂറിന്റെ കട്ട് പീസ്. ഇതിപ്പോ നമ്മൾ രാവിലെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ഫ്രീസറിനകത്ത് വെച്ചേക്കും. വൈകിട്ടാകുമ്പോൾ ജസ്റ്റ് കൂളറിലാണ് വെച്ചേക്കും. അന്നുള്ള പർച്ചേസ് നമ്മൾ ചെയ്യുന്നത്. ഇതിനിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അതിനുള്ള ഈ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമാണല്ലോ ഇവിടുത്തെ ഒരു ടൈം തുടങ്ങുന്നത്. ഒരു സ്ട്രീറ്റ് ആക്റ്റീവ് ആവുന്നത് വൈകിട്ട് 5 മണിക്ക്. നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാത്രി 12:30 മാക്സിമം 1 മണി വരെ ഉണ്ടാവും. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗ്രില്ല് തന്നെയാണ്. ഗ്രില്ലാണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. അത് ഹമൂറാണ് മെയിൻ. എല്ലാ സംഭവങ്ങളും സ്പെഷ്യൽ തന്നെയാണ്. സ്പെഷ്യലി ഹമൂറാണ് നമ്മൾ കൂടുതൽ. അതിന് മസാല എന്തോ പ്രത്യേകതയുണ്ട്. മസാലയുണ്ട്. അതിന് മാത്രം ഒന്നും ആടയാഭരണം ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അതൊന്നും ഗ്രില്ല് ചെയ്താലോ? ഓക്കെ, എന്നാൽ പിന്നെ ഗ്രില്ല് ചെയ്യാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണുള്ളത്? പൊന്നാരമീൻ, ഹമൂറ്, കൊഞ്ച്, കണവ, ഹമൂറ്, വേളാപ്പാര, ആവൂര്. ഒരാവോലി അപ്പോൾ എടുക്കാനുള്ളത് 1, 2, 3, 4. നല്ല സൂപ്പർ ഫുഡ്. ഒരിക്കൽ പറഞ്ഞവർ വീണ്ടും രണ്ടാമത് ഇവിടെ ഈ ഭക്ഷണം തേടി ആൾക്കാർ വരും. ഞങ്ങളിത് 3ാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് കഴിക്കണോ, ഇവിടുത്തെ ഫുഡ് കൊള്ളാനുള്ളതാണ് ആണോണ്ടാണല്ലോ ഇവിടെ നമ്മൾ കഴിക്കണം അല്ലേ. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ളത് ഈ ഒരു കറിയാണ്. ഒന്നുമില്ലെങ്കിൽ ഈ കറി മാത്രം വെച്ചാണെങ്കിലും കഴിക്കാൻ പറ്റും. അത്ര നല്ല ടേസ്റ്റാണ്. ഭക്ഷണത്തിൽ പുറകോട്ട് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ അധ്വാനിക്കുന്നതിനാണ് കുറച്ച് ശരീരത്തിനും നല്ല ഭക്ഷണം കഴിക്കാനോ അല്ലേ. എന്നും വേണ്ട, കഴിക്കുന്ന ദിവസം നല്ല രീതിയിൽ കഴിക്കുക. നമ്മളെ കണവത്തോരൻ കിട്ടിയില്ലല്ലോ, കണവ പരട്ടിയത് ചീട് പോലെ തീരും. അപ്പം എൻ്റെ പിന്നിൽ കാണുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടാണ്. നാളെ മുഖ്യമന്ത്രി അതിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യും. ഇവിടുത്തെ ട്രയൽ റൺ ഞാൻ ഉദ്ഘാടനം ചെയ്യും. അപ്പം, കോയിൻ പൊറോട്ട, മീൻ മുട്ട, പിന്നെ ഇവിടുത്തെ വെറൈറ്റി ഗ്രിൽഡ്, പിന്നെ പ്രോൺസ്. ഇതാണ് നമ്മളിവിടെ ട്രയൽ റൺ ചെയ്യാൻ പോകുന്നത്.
ഇവന്മാരെ വിളിച്ചില്ലെങ്കിൽ കൊതി വിട്ട് ചാവും. അല്ലേ വാ ക്യാമറമാൻ നന്ദു കമോൺ. ഈ കേരളത്തിലെ ഫുഡ് ക്യാപിറ്റലിനെ പറ്റി പല ചർച്ചകൾ നടക്കുന്നുണ്ട്. പലർക്കും പല അവകാശവാദമാണ്. എന്നാലും സീ ഫുഡിൻ്റെ ക്യാപിറ്റൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവുള്ളൂ, തിരുവനന്തപുരം. അത് വിഴിഞ്ഞം. പറ്റാവുന്നവരൊക്കെ ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളെ പണി നടക്കട്ടെ.